എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ഋഷിപരമ്പരയുടെ പദകമനങ്ങളിൽ ധർമ്മസ്വരൂപനായ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ പാദപത്മങ്ങളിലും ശക്തിസ്വരൂപിണിയായ ജഗദംബയുടെ പദകമലങ്ങളിൽ സേവനം കൊണ്ടും കർമ്മം കൊണ്ടും ആത്മാരാമ പദവി ആർജിച്ച ആഞ്ജനേയ മഹാപ്രഭുവിൻ്റെ പാദപത്മങ്ങളിലും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഭാരതത്തിൻ്റെ അമൂല്യ സമ്പത്തുക്കളായിട്ടുള്ള ഋഷി പരമ്പരയുടെ പദകമലങ്ങളിലും എൻ്റെ ഗുരുസ്ഥാനീയനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന പുണ്യാത്മാക്കൾക്കും അവരുടെ എല്ലാവരുടെയും പാദങ്ങളിൽ ഒരു വിഗ്രഹത്തിൽ അർപ്പിക്കുന്ന പൂജാപുഷ്പങ്ങൾ എന്ന വണ്ണം സർവവും സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം യഥാർത്ഥത്തിൽ അവിചാരിതമായിട്ടാണ് ശ്രീ രാമനുണ്ണി അദ്ദേഹം ഈ ഒരു വിഷയം സൂചിപ്പിക്കുകയും ഇന്നൊന്ന് പങ്കെടുക്കണമെന്ന് അറിയിക്കുകയും ചെയ്തത്. ഗുരുസ്ഥാനീയരായിട്ടുള്ള ഇത്രയും ശ്രേഷ്ഠ സന്യാസിവരന്മാർ ഇവിടെ ഇരിക്കുന്ന ഈ വേദിയിൽ മുഖ്യപ്രഭാഷണം എന്ന ഒരു വാക്ക് തന്നെ ശരിക്കും ഉചിതമല്ല എന്ന് ഞാനിവിടെ അറിയിക്കുകയാണ്. കാരണം എന്നോട് അദ്ദേഹം പറഞ്ഞത് വേറെ സ്വാമിജിമാരാരും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ഇത്രയും മഹാത്മാക്കളുടെ മുമ്പിലാണ് സംസാരിക്കേണ്ടത്. മുഖ്യപ്രഭാഷണം എന്ന ആ ഒരു വാക്ക് തൽക്കാലം ഞാൻ ഒഴിവാക്കുകയാണ്. അറിയുന്ന ചില കാര്യങ്ങളോട് സംവദിക്കാമെന്ന് മാത്രം ആഗ്രഹിക്കുന്നു. എന്തായാലും ഇന്നത്തെ ഈ ഒരു സായം സന്ധ്യയെ ധന്യമാക്കിയിരിക്കുന്നത് ഭാരതത്തിൻ്റെ അമൂല്യ സമ്പത്തുക്കളായിട്ടുള്ള ആർഷഭാരത സംസ്കൃതിയുടെ അമൂല്യ സമ്പത്തുക്കളായിട്ടുള്ള സാധുസന്ധുക്കളായിട്ടുള്ള ആ മഹാത്മാക്കളുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് തന്നെയാണ്. ഇന്നിവിടെ ഒത്തുകൂടണമെന്നോ ഇത്തരത്തിൽ ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന ഉത്തരേന്ത്യയിൽ തപസ് ചെയ്യുന്ന സന്യാസിവരന്മാർ ഇന്നിവിടെ എത്തിച്ചേരുമെന്നോ ചേരണമെന്നോ ഒരു മാസം മുമ്പ് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിരുന്നോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒരു മാസം മുമ്പ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഇതുപോലൊരു സംവിധാനം ഇവിടെ ഉണ്ടാകുമെന്ന്, ഈ സന്യാസിവരന്മാർ ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ ആരെങ്കിലും സ്വപ്നേവി ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ആ ചിന്തിക്കാത്തിടത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു സംവിധാനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതാണ് സനാതനധർമ്മം, അതാണ് സനാതനധർമ്മത്തിൻ്റെ സത്ത. പലരും ചിന്തിക്കുന്നത് സനാതനധർമ്മത്തിൻ്റെ സത്തയും സനാതനധർമ്മവും എന്ന് പറയുന്നത് നമ്മളൊക്കെ കേട്ടിരുന്നു. പലരും പറയുന്നത് കേരളത്തിൻ്റെയും അതുപോലെ തമിഴ്നാടിൻ്റെയും ഒക്കെ ആളുകൾ പറഞ്ഞ് നമ്മൾ കേട്ടിരുന്നു, സനാതനം എന്നാൽ എന്തോ വേണ്ടാത്തതാണ്, മാരക രോഗം ആണ്, മാറാ രോഗമാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം നമ്മൾ ഓർക്കേണ്ടത്. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എവിടെവിടങ്ങളിൽ അധർമ്മം ഉണ്ടാകുന്നുവോ അവിടെവിടങ്ങളിൽ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് ഞാൻ അവതരിക്കുമെന്ന് പറഞ്ഞ കൃഷ്ണൻ, ആ കൃഷ്ണൻ അറിയാം എവിടെയാണ് ഇപ്പോൾ അധർമ്മമുള്ളത് എന്ന്. ഏത് നാട്ടിലാണ് ഇപ്പോൾ അധർമ്മമുള്ളത് എന്ന് ഭഗവാൻ കൃഷ്ണൻ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മഹാത്മാക്കൾ ഇവിടെ എത്തിയപ്പോൾ കൃഷ്ണന്റെ മടിത്തട്ടിൽ തന്നെ ഒത്തുചേരാൻ വേണ്ടി നീതി ഉണ്ടായതും അതേ കൃഷ്ണൻ കൽപ്പിച്ചത് കൊണ്ട് തന്നെ. അതുകൊണ്ട് സനാതനമത് നശിക്കാൻ പാടില്ലാത്തതും നശിക്കാത്തതും നാശമില്ലാത്തതുമാണ് എന്ന് ഓരോ സെക്കൻഡുകളിലും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലും കേരളത്തിന് പുറത്തും ഒക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമായത് ഈ നാടിൻ്റെ സംസ്കാരമായതുകൊണ്ടാണ്. നമുക്കറിയാം, കട്ടിംഗ് സൗത്ത് എന്ന് നമ്മൾ കേട്ടിരുന്നു. എന്തോ ഭാരതത്തിൻ്റെ ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് വേറെ ഒരു സാമ്രാജ്യമാണ് എന്നും വേറെ ഒരു സംവിധാനമാണ് എന്നും അതിൽ തന്നെ കേരളം എന്നത് വേറെ എന്തോ ഒരു സാമ്രാജ്യമാണ് എന്നും അതിൽ തന്നെ മലപ്പുറം എന്നത് വേറെ എന്തിനോ വേണ്ടിയുള്ളതാണ് എന്നൊരു ചിന്ത ഇവിടെയുള്ള ആളുകൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കട്ടിംഗ് സൗത്ത് പോയി. കാരണം ഇവിടെ എത്തിയിരിക്കുന്നതൊക്കെ കട്ടിംഗ് സൗത്ത് അല്ല, വന്നിരിക്കുന്ന മുഴുവൻ നോർത്താണ്. ഇപ്പോൾ പലരും പറയുന്നു നോർത്തിലെ ആചാര്യങ്ങൾ ഉത്തരേന്ത്യൻ ആചാരങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ പല്ലവി. പ്രിയപ്പെട്ടവരെ, ഭാരതം എന്നത് ഒരൊറ്റ മണ്ണാണ്. ഇങ്ങനെ തെക്ക് നിന്ന് കന്യാകുമാരി ഭഗവതി വടക്കുള്ള ശിവനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭൂമി. ആ ശിവപാർവതി സങ്കല്പം കൊണ്ട് ധന്യമായിട്ടുള്ള ആ സംസ്കാരം നിലനിൽക്കുന്ന ഭാരതത്തിൽ അങ്ങ് വടക്ക് ഹിമാലയത്തിന്റെ മുകളിൽ നിന്ന് ജയ്ബോലോ ഭരത് മതാകി എന്ന് വിളിച്ചാൽ ഇങ്ങ് പടിഞ്ഞാറ് അറബിക്കടലത് ഏറ്റുവിളിക്കുന്ന സംസ്കാരത്തിന്റെ പാരമ്പര്യമുള്ള
നമ്മുടെ സനാതന ധർമ്മത്തെ കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുവാൻ, പ്രത്യേകിച്ച് കേരളത്തിൽ വേറെ എന്തോ ആണ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മലപ്പുറത്ത് വേറെന്തെയാണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടെ തന്നെ അതേ ദക്ഷിണേന്ത്യയിൽ, അതേ കേരളത്തിൽ, അതേ മലപ്പുറത്താണ് നേരത്തെ സ്വാമിജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ 5 ലക്ഷം ആളുകൾ സനാതന ധർമ്മ സംസ്കൃതിക്ക് വേണ്ടിയിട്ട് ഒത്തുചേർന്നിട്ടുള്ളത് എന്ന് ചിന്തിക്കുമ്പോഴാണ് എവിടെ പോയി കട്ടിംഗ് സൗത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ സനാതനം എന്ന് പറയുന്നത് ഒരു മാറാ രോഗമാണ് എന്നും പകർച്ചവ്യാധിയാണ് എന്നും പറഞ്ഞുകൊണ്ടിരുന്ന സർക്കാരാണല്ലോ തമിഴ്നാട്ടിലുണ്ടായിരുന്നത്. ആ തമിഴ്നാട്ടിൽ നിന്ന് ഒരു രഥയാത്ര തുടങ്ങിയ സമയത്ത് നമുക്കറിയാം, ആ രഥയാത്രയിൽ ഉദ്ദേശിച്ചിരുന്നത് മഹാമേരുവിനെ എഴുന്നള്ളിക്കുവാനായിരുന്നു. എനിക്ക് തോന്നുന്നു മഹാമേരു എന്താണ് എന്നും മഹാമേരുവിന്റെ സമ്പ്രദായം എന്താണ് എന്നും ശ്രീചക്ര ഉപാസന എന്താണ് എന്നും ഭാരതപ്പുഴയുടെ ഉത്ഭവം എവിടെയാണ് എന്നും സാമാന്യേന മനസ്സിലാകാതിരുന്ന ഇവിടുത്തെ ഹിന്ദുവിനെ മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു പദ്ധതിയായിട്ട് തമിഴ്നാട് സർക്കാർ നടപ്പിൽ വരുത്തി എന്ന് വേണം ചിന്തിക്കാൻ. അതേപോലെ തന്നെ നിളാതീരത്ത് ഇക്കരയിൽ മഹാവിഷ്ണു, അക്കരയിൽ ബ്രഹ്മദേവനും മഹാദേവനും. നിളാതീരത്ത് പിതൃകർമ്മം ചെയ്യാൻ വേണ്ടി പോയിരുന്ന ആളുകളോടൊക്കെ അവിടെ പാലമില്ലാത്തത് കൊണ്ട് പിതൃപിണ്ഡം നടത്തി കഴിയുമ്പോൾ അവിടുത്തെ കർമ്മി പറയും, അങ്ങോട്ട് നോക്കി തൊഴുതോളൂ അവിടെ ബ്രഹ്മക്ഷേത്രം, ഇങ്ങോട്ട് നോക്കി തൊഴുതോളൂ ഇവിടെ ശിവക്ഷേത്രം. എത്രയോ വർഷങ്ങളായിട്ട് അവിടെ പിതൃപിണ്ഡം സമർപ്പിച്ചിരുന്ന ആളുകൾക്ക് പോലും അങ്ങോട്ട് നോക്കിയാൽ ബ്രഹ്മനെന്നും ഇങ്ങോട്ട് നോക്കിയാൽ ശിവനെന്നും മാത്രമേ അറിയുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് താപസന്നൂർ എന്ന തവനൂരിൽ ഒരു ബ്രഹ്മക്ഷേത്രമുണ്ട് എന്നും അതിന് മറുവശത്തായിട്ട് തൊട്ടടുത്തായിട്ട് മഹാദേവ ക്ഷേത്രമുണ്ട് എന്നും അതിന് വിപരീത ദിശയിൽ നാവാമുകുന്ദന്റെ വിഷ്ണു ക്ഷേത്രമുണ്ട് എന്നും മൂന്നും തമ്മിൽ ഒരു ത്രികോണാകൃതിയിലാണ് എന്നും അതിന്റെ മധ്യഭാഗത്തൊരു ചുഴിയിൽ അല്ലെങ്കിൽ ആ ചുഴി ശക്തി സ്രോതസ്സായിരിക്കുന്ന ചുഴിയുടെ സാന്നിധ്യത്തിൽ അവിടെ മഹാമേരുവിൽ ശ്രീവിധിയിൽ ഭഗവതി ആദിപരാശക്തി വിരാജിക്കുന്നു എന്നും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും 3 കോടി ജനങ്ങൾക്കും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാർ ചെയ്ത പണിയും ചെറുതൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭാരതപ്പുഴയുടെ സംസ്കാരവും കേരളത്തിൽ ആ ത്രികോണ മധ്യസ്ഥയായിരിക്കുന്ന പരാശക്തിയുടെ സംവിധാനവും നമ്മൾ ആരും നോട്ടീസ് അടിച്ചിട്ടല്ല, വിതരണം ചെയ്തിട്ടല്ല ആളുകൾ അറിഞ്ഞത്. അതുകൊണ്ട് നേരത്തെ ഇവിടെ സ്വാമി സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ സർക്കാരിനും തമിഴ്നാടിന്റെ സർക്കാരിനും നമ്മളൊക്കെ ഒത്തുചേർന്നുകൊണ്ട് കൈയടിച്ച് അവർ അഭിനന്ദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഏത് PR ഏജൻസിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു തരിക? എത്ര വലിയ PR ഏജൻസി ആണെങ്കിലും ഇത്രയ്ക്കൊന്നും പബ്ലിസിറ്റി കിട്ടുകയില്ല. കാരണം ആനന്ദവനം ഭാരതി സ്വാമിജി പറഞ്ഞത് നേരത്തെ ഇവിടെ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ പരമാവധി ഒരു 10,000 പേര് പങ്കെടുക്കുന്ന രീതിയിലാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ വരാൻ അല്പം വൈകിയത് നമ്മുടെ ആശ്രമത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ചക്രത്തിൽ ഒരു രഥം എഴുന്നേറ്റ് അങ്ങോട്ടുണ്ടായിരുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ആറാട്ട് എന്ന രീതിയിൽ അവിടേക്ക് നമ്മളൊരു 10-200 ഭക്തജനങ്ങളും ചക്രവും ഭഗവാന്റെ വിഗ്രഹവും ഒക്കെ എഴുന്നേറ്റ് അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ പറഞ്ഞത് രാവിലെ 11 മണിക്കുള്ളിൽ 25,000 ആളുകളുടെ സ്നാനം മാത്രം പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ്. അവിടെ വന്ന ആളുകളുടെ എണ്ണമല്ല പറഞ്ഞത്, സ്നാനം ചെയ്തവർ മാത്രം രാവിലെ 9-10 മണിയായപ്പോഴേക്കും 25,000 ആളുകൾ സ്നാനം ചെയ്തു എന്നുള്ളതാണ്. ആ തിരക്കിലായതുകൊണ്ടാണ് അല്പസമയം എനിക്ക് എത്താൻ വേണ്ടിയിട്ട് വൈകിയത് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. എന്തായാലും അന്ന് ഈ പറയുന്ന നിളാനദിക്ക് കുറുകെ താൽക്കാലിക പാലം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ സർക്കാർ അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തപ്പോൾ പല ആളുകളും വിചാരിച്ചു ഇതിവിടെ കൊണ്ട് നിൽക്കുമെന്ന്. പക്ഷേ ഞാൻ അന്ന് പലരും എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് സങ്കല്പം വെച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാരനല്ല. ഇങ്ങനെയൊരു കുംഭമേള അഥവാ മഹാമാഘ മഹോത്സവം നടക്കണമെന്ന് സങ്കല്പം വെച്ചത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരനല്ല. രാഷ്ട്രീയക്കാരന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും സങ്കല്പിക്കണമെങ്കിൽ, എന്തെങ്കിലും തീരുമാനിക്കണമെങ്കിൽ അതിൽ നിന്ന് എത്ര വോട്ട് കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് രാഷ്ട്രീയക്കാരൻ ഓരോ പ്രവർത്തനങ്ങളും ഇവിടെ തുടങ്ങാറുള്ളത്. ഞാൻ പറയട്ടെ, അന്ന് എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു, ഈ ഒരു മഹാമാഘത്തെ കുറിച്ച് സങ്കല്പിച്ചത്, ഈ മഹാമാഘം നടക്കണമെന്ന് ചിന്തിച്ചത്, കുംഭമേള നടത്തണമെന്ന് ചിന്തിച്ചത് ഭാരതത്തിന്റെ സന്യാസിയാണ്. സന്യാസി സങ്കല്പിച്ചാൽ
ശ്രദ്ധിക്കണം, സന്യാസി സങ്കല്പിച്ചാൽ ഒരാൾക്കും അത് മാറ്റുവാൻ സാധിക്കുകയില്ല. കാരണം സർവസംഘ പരിത്യാഗിയായിട്ടുള്ള സന്യാസി ഒരു സങ്കല്പം വെക്കുന്നുണ്ടെങ്കിൽ അത് അവന് വേണ്ടിയിട്ടല്ല, അവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല. ഈ ലോകമേ തറവാട്, ഈ ലോകം ഒരു കുടുംബം, വസുധൈവ കുടുംബം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ടാണ്, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, ഈ ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ട് ഒരു കാര്യം സന്യാസി സങ്കല്പിക്കണമെങ്കിൽ അത് സന്യാസിയുടെ ഉള്ളിൽ ആ ഗുരു പരമ്പരയുടെ സങ്കല്പം കൊണ്ട്, ഈശ്വര സങ്കല്പം കൊണ്ട്, സാക്ഷാൽ ഭഗവാൻ തന്നെ അത് നടത്തുവാൻ വേണ്ടി നിയോഗിക്കുന്നത് കൊണ്ടാണ് ഓരോ സന്യാസിയും ഓരോ സങ്കല്പങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ഇവിടത്തെ വിശ്വാസമില്ലാത്ത അവിശ്വാസ സർക്കാരിന് മനസ്സിലാവാത്തത് കൊണ്ടാണ് അവരതിന് തടയാൻ വേണ്ടി തയ്യാറായത്. അവിടെയാണ് പരാജയം സംഭവിച്ചത്. കാരണം സന്യാസിക്ക് ഇതൊന്നും തന്നെ ആവശ്യമില്ല. സന്യാസിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്, ഈ ലോകത്തിന് സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ്.